Hi, welcome to our channel. Today we are going to discuss a new topic, or we can say a new subject, accounting. ഇന്ന് നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് പഠിക്കുവാനായിട്ട് ഉള്ളത്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കാം. അതുപോലെ തന്നെ CBSE സ്റ്റുഡൻസിന് ആ ലെവലിൽ പഠിക്കാം. അതുപോലെ IGCSE ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ ഈ 3 ലെവലുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ കൊമേഴ്സ് ബേസിക് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള +1 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഇൻട്രഡക്ഷൻ ഏരിയ ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 10th കഴിഞ്ഞ കുട്ടികൾക്ക് അക്കൗണ്ടൻസിയെ കുറിച്ചൊരു ക്ലിയർ നോളജ് ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ചെറിയ ക്ലാസ്സുകളിലൊന്നും അവർ അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക്കൽ ഏരിയ പോലും പഠിക്കുന്നില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ സംതിങ് പറഞ്ഞു പോകുന്നുണ്ടോ അല്ലാതെ ഒരു ബേസിക്കൽ ഏരിയയും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ മറ്റ് സബ്ജക്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവയെല്ലാം നമ്മുടെ അതിന്റെ ബേസിക്കൽ ഏരിയയും അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയകളും നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പഠിച്ചിട്ടാണ് നമ്മൾ 10th കഴിഞ്ഞു വരുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും അതിശയപ്പെട്ടിരിക്കുന്ന കാര്യം ഇതെന്താണ്, ഇത് പ്യുവറായിട്ട് കംപ്ലീറ്റ് മാത്തമെറ്റിക്സ് ആണോ, ഇത് നമ്മളെ കൊണ്ട് പഠിക്കാൻ പാടുണ്ടോ, ഇത് നമ്മൾ പഠിച്ചാൽ ശരിയാകുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ പല സമയവും ഉത്തരം പറയാറുണ്ടായിരുന്നു. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ പാടാണോ പഠിച്ചെടുക്കാനായിട്ട്, കാൽക്കുലേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറയും, ഇതൊക്കെ പ്യുവർ മാത്തമെറ്റിക്സ് അല്ലേ എന്നൊക്കെ എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പലതരം ഇൻഫർമേഷനുകളെല്ലാം ആക്യുറേറ്റ് ആകണമെന്നില്ല. ഓരോ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കണമെങ്കിൽ, ഒരു സയൻസ് സബ്ജക്റ്റ് എടുക്കുന്ന കുട്ടിക്ക് സയൻസിൽ എന്താകണം എന്നുള്ളൊരു എയിം മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ് എടുക്കുന്ന കുട്ടിക്കും അക്കൗണ്ടിങ് പഠിച്ചിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ടാണ് ആ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചുമ്മാ ആരൊക്കെയോ പറഞ്ഞു അക്കൗണ്ട്സ് എടുക്കൂ അല്ലെങ്കിൽ നിനക്ക് അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതല്ല. ഈ ഒരു കോഴ്സ് പഠിച്ച് ഇത് നല്ല രീതിയിൽ പഠിക്കുകയാണ് എങ്കിൽ എനിക്ക് എന്ത് ലെവലിലേക്ക് പോകാൻ കഴിയും, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻ്റെ മുമ്പിൽ ഉള്ളത് എന്ന ഒരു ഇൻഫർമേഷൻ കൂടി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം വ്യക്തമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ കൊമേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് അക്കൗണ്ട്സ് ഒരു പേപ്പറായിട്ട് പഠിക്കേണ്ടി വരുന്നു, ബിസിനസിനെ കുറിച്ചുള്ള ബിസിനസ് സ്റ്റഡീസ് ഒരു പേപ്പറായിട്ട് പഠിക്കേണ്ടി വരുന്നു, എക്കണോമിക്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ചിലർക്ക് മാത്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, സോഷ്യോളജി പഠിക്കുന്നത്. അപ്പം ഡിഫറെന്റ് വേയിലാണ് സബ്ജക്റ്റ്, ഓരോ സ്കൂളിനനുസരിച്ചിട്ടാണ് അതിന്റെ സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും പാടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടീച്ചേഴ്സും ഒരിക്കലും അക്കൗണ്ടിങ് പാടാണ്, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. ചില ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് തന്നെ പറയുന്നത് വളരെ ടഫാണ് എന്ന് നിങ്ങളോട് പറയാറുണ്ട്. പക്ഷെ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. നമ്മൾ അങ്ങനെ ടഫാണ് എന്ന് പറയാൻ പാടില്ല. ഈ ചാപ്റ്റർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളെ മനസ്സിൽ നിൽക്കുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് വിശാലമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അക്കൗണ്ട് നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങൾ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് നമ്മൾ പോവുകയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണം ലിമിറ്റഡ് ആയിരുന്നു. സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസ് എന്ന് പറയാം, അവിടെ നടക്കുന്ന കച്ചവട ബന്ധങ്ങൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകൾ, പർച്ചേസുകളും വാങ്ങലും വിൽക്കലും അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ പണ്ട് ഇത് എഴുതി വെക്കണം എന്നുള്ള നിർബന്ധമില്ലായിരുന്നു. ഒരു ചെറിയ കട ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പകലോട്ട് പോവുകയാണ്. അവിടെ എത്രയോ ആൾക്കാർ വന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അയാൾക്കറിയാം കുറച്ച് പേരേ വരുന്നുള്ളൂ, അയാളുടെ പേര് ഓർമ്മയുണ്ടാകും, അതുകൊണ്ട് അത് എങ്ങും എഴുതി വെക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവൽ എന്ന് പറയുന്ന ട്രേഡ്, ഇൻഡസ്ട്രി, കൊമേഴ്സ്, കച്ചവടം, വാണിജ്യം, ഇൻഡസ്ട്രി ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദീസ്, ഇൻഡസ്ട്രിയും വ്യവസായവും എല്ലാം ഡെവലപ്പ് ചെയ്ത് സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി,
സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസും അതിനനുസരിച്ച് കൂടാൻ, എന്നുവെച്ചാൽ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കൂടുവാൻ തുടങ്ങി. വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസ് കൂടാൻ തുടങ്ങിയപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഓർത്തുവെക്കാൻ കഴിയാതായപ്പോൾ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വെല്ലെ അത് ബുക്കുകളിലേക്ക് രേഖപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു. അവിടെ നിന്നാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ന്യൂ സബ്ജക്റ്റേ അല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന കൗഡില്യൻ രചിച്ച ബുക്കിൽ അതിലൊരു ചാപ്റ്ററിനകത്ത് സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്തും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അക്കൗണ്ടിങ് ഒരിക്കലും ഒരു പുതിയ സബ്ജക്റ്റ് അല്ല, ഒരു നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷെ നമ്മളെല്ലാവരും പറയുമ്പോൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ആധികാരികമായി നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. അപ്പം അക്കൗണ്ടൻസി ഉണ്ടാവാനുള്ള കാരണം എന്ത് തന്നെയാണ്? വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസ് കൂടിയത് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ കാരണം. വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് ഓർത്തുവെക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം അത് ബുക്കുകളിലേക്ക് രേഖപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: അക്കൗണ്ടിങ് came into practice as an aid to human memory. മനുഷ്യന്റെ ഓർമ്മയ്ക്ക് ഒരു സഹായിയായിട്ടാണ് അക്കൗണ്ടിങ് തുടങ്ങിയത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളെല്ലാം ഓർത്തുവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അക്കൗണ്ടിങ് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടിങ് came into practice as an aid to human memory എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ്, അല്ലെങ്കിൽ മോഡേൺ അക്കൗണ്ടിങ്ങിന് നമ്മൾ പറയുന്നത് ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ് എന്നാണ്. ബിസിനസിന്റെ ഭാഷ എന്നാണ് അക്കൗണ്ടിങ്ങിനെ അറിയപ്പെടുന്നത്. ബിസിനസ് സംസാരിക്കുന്നത് അക്കൗണ്ട്സിലൂടെയാണ്. കാരണം ബിസിനസ്സിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ബിസിനസിന്റെ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് പാസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് നോക്കിയാൽ മാത്രമേ ഒരു ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്നു മോഡേൺ അക്കൗണ്ടിങ് ഓഫൺ റിഗാർഡഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. മോഡേൺ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അപ്പൊ ചോദിക്കും, ലാംഗ്വേജ് നമ്മൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട്സിലൂടെയാണ്. അപ്പൊ അവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പാലമാണ്. ബിസിനസ്സും പുറം ലോകവും തമ്മിലുള്ള ബ്രിഡ്ജാണ്. അപ്പം അക്കൗണ്ടിങ് came into practice as an aid to human memory. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, മോഡേൺ അക്കൗണ്ടിങ് ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. നമ്മുടെ മോഡേൺ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഭാഷയായിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത്, നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. എല്ലാവരും പറയുന്ന ഒരു ടൈമാണ്. ഡബിൾ എൻട്രി ആണ് കേട്ടോ അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ ബിസിനസ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാകും. ഒന്ന് റിസീവിംഗ് ആസ്പെക്റ്റും, രണ്ട് ഗിവിംഗ് ആസ്പെക്റ്റും. റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്നു, ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ഞാൻ കടയിൽ പോയി ഒരു പേന വാങ്ങുന്നു. 10 രൂപയാണ് പേനയുടെ വില. ഞാൻ 10 രൂപ കൊടുത്ത് പേന വാങ്ങുമ്പോൾ എനിക്ക് പേന കിട്ടുന്നു, 10 രൂപ ഞാൻ കൊടുക്കുന്നു. കിട്ടുന്നത് പേന, പോകുന്നത് ക്യാഷ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു റിസീവിംഗും ഉണ്ട്, ഒരു ഗിവിംഗും ഉണ്ട്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ ഡബിൾ എൻട്രി എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 aspects. One is the receiving aspect and second one is the giving aspect. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? നമുക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ലൂക്ക പാഷ്യോളി എന്ന് അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മെർച്ചന്റ് ആണ്. അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നത് അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്. വർഷം പിറകിലോട്ട് പോയാൽ 1494 ഈ കഥ നടക്കുന്നത്. അപ്പം മോഡേൺ അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വാസ് ഡെവലപ്ഡ് ബൈ ആൻ ഇറ്റാലിയൻ മെർച്ചന്റ് known as Luca Pacioli in the year 1494. അദ്ദേഹം ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിനകത്താണ് അക്കൗണ്ടൻസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്.
ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള. അപ്പൊ അക്കൗണ്ടിങ് വന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലായി. പണ്ട് കാലഘട്ടങ്ങളിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആവശ്യകത വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല ആവശ്യകത. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇന്ന് പല പർപ്പസുകൾക്ക് വേണം. ഇപ്പോൾ ഒരാൾ നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ ചോദിച്ചാലും അവർ ചോദിക്കും നിങ്ങളുടെ ബിസിനസിന്റെ സിറ്റുവേഷൻ എന്താണ്, അവിടെ അക്കൗണ്ടിങ് വേണം. നിങ്ങൾ കറക്റ്റായിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യണമെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾ സാധനമോ പണമോ കടം തരണമെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മാത്രമേ തരാൻ പറ്റൂ. അപ്പൊ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ കാണുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് മുന്നിലേക്ക് വരാം. അക്കൗണ്ടിങ് came into practice as an aid to human memory. അതിന്റെ കാരണം എന്താണ്? വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻസ് സംഭവിച്ചത് കൊണ്ടാണ് ഹ്യൂമൻ മെമ്മറിക്ക് ഒരു ഹെൽപ്പായിട്ട് നമ്മൾ അക്കൗണ്ടൻസിയെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ പറഞ്ഞത് മോഡേൺ അക്കൗണ്ടിങ് ഈസ് ഓഫൻ റിഗാർഡഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. ലാംഗ്വേജ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസസ്. മോഡേൺ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഷ എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. നമ്മുടെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ, ഓരോ ബിസിനസ്സിലെയും ഓരോ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു റിസീവിംഗും ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഗിവിംഗും ഉണ്ടാകും. രണ്ട് ആസ്പെക്റ്റുകൾ എല്ലാ ട്രാൻസാക്ഷനുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂക്ക പാഷ്യോളി എന്ന് പറയുന്ന ഇറ്റാലിയൻ മെർച്ചന്റ് ആണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് അക്കൗണ്ടിങ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പിടികിട്ടി. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇനി സിമ്പിൾ ആയിട്ട് ആൾക്കാർ ചോദിക്കുക എന്താണ് അക്കൗണ്ടിങ്? ഒരുപാട് പേരോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു മറുപടി ഇവിടെ നൽകണമെങ്കിൽ അക്കൗണ്ടിങ് സിംപ്ലി മീൻസ്, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഡെയിലി ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ വേരിയസ് പർപ്പസസ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷനുകളെ ബുക്കുകളിലേക്ക് രേഖപ്പെടുത്തുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി. ഇതിനെ അക്കൗണ്ടിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അക്കൗണ്ടൻസിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിങ് സിംപ്ലി മീൻസ് റെക്കോർഡിംഗ് ഡെയിലി ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ വേരിയസ് പർപ്പസസ്. അപ്പൊ പല പർപ്പസുകൾക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ഉള്ള ട്രാൻസാക്ഷനുകളെ ഓർഡർ അനുസരിച്ച് നമ്മൾ അതിനെ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അക്കൗണ്ടിങ് സിംപ്ലി മീൻസ് റെക്കോർഡിംഗ് ഡെയിലി ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ വേരിയസ് പർപ്പസ്. ഇത് സിമ്പിൾ മീനിങ് ഓഫ് ദ ഡെഫിനിഷൻ ആണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ബോർഡിലേക്ക് വരാം. നോക്കി, അക്കൗണ്ടിങ് came into practice as an aid to human memory. Accounting came into practice as an aid to human memory. രണ്ട്, modern accounting is regarded as the language of business. Language is mainly used for communication purpose. Our accounting system is known as double entry system. Double entry system is developed by an Italian merchant known as Luca Pacioli. He is known as the father of accounting. So accounting simply means recording daily transactions in the books of account for various purposes. ഇനി അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഡെഫിനിഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുണ്ട്. ഈ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ആ ഡെഫിനിഷനിൽ ഓരോ പോയിന്റുകളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ പാടുള്ളതായിട്ട് വരില്ല. അപ്പൊ ഈ ഡെഫിനിഷൻ ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്ത ഡെഫിനിഷൻ തന്നെയാണ് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഫോളോ ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റുകളാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആണ്. ഷോർട്ട് ഫോമിൽ നമുക്ക് AICP എന്ന് പറയാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്സ്. ഇവരാണ് അക്കൗണ്ടൻസിക്ക് എല്ലാ പോയിന്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വ്യക്തമായ ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ സയൻസ് ആണ്, അതുപോലെ തന്നെ ആർട്ടുമാണ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ സയൻസ് എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കുറെ റൂളുകളുണ്ട്, കുറെ ഐഡിയാസുകളുണ്ട്, അതിനകത്ത് കുറെ ടെക്നിക്കുകളുണ്ട്. അപ്പൊ ഈ റൂളുകൾ, കുറെ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ റൂളുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്.
ഈ റൂളുകളെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് അവിടെ എന്തും അറിയണം, ഒരു ആർട്ടും കൂടി വേണം. അപ്പം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസുമാണ്, അതുപോലെ തന്നെ ആർട്ടുമാണ്. എന്തിനു വേണ്ടിയാണ് സയൻസും ആർട്ടും? റെക്കോർഡിംഗ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട്, സമ്മറൈസ് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട്. ഏത് ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പണവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ആർ അറ്റ്ലീസ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും നിങ്ങൾ ബിസിനസ്സിന് എടുത്ത് നോക്കിക്കോളൂ. ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, ഫർണിച്ചർ വാങ്ങി, ഗുഡ്സ് വാങ്ങി, എന്ത് വാങ്ങിയാലും അതിനകത്ത് മോണിറ്ററി ആയിട്ട് നമുക്ക് വാല്യൂ കാണുന്നത് ക്യാഷ് ആണ്, അല്ലെങ്കിൽ ചെക്കാണ്. അപ്പോൾ പണപരമായി നമുക്ക് വ്യക്തമായി അളന്നു നോക്കാൻ കഴിയുന്നവയാണ് ഇതിനകത്ത് വരുന്നത്. മാത്രവുമല്ല, ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്താ ചെയ്യുക? റിസൾട്ട് നോക്കുന്നു. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇന്റർപ്രിട്ടേഷൻ ഉദ്ദേശിക്കുന്ന ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡെഫിനിഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പം അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. നോക്കിയുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എങ്ങനെയുള്ള ആർട്ടാണ്? റെക്കോർഡ് ചെയ്യണം, അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ വ്യക്തമായി രേഖപ്പെടുത്തണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. എക്സ്പെൻസ് ഏത്, ഇൻകം ഏത്, അസറ്റ് ഏത്, ലയബിലിറ്റി ഏത് എന്ന് ക്ലാസിഫൈ ചെയ്തതിനു ശേഷം ഇതിനെല്ലാത്തിനെയും കൂടെ സമ്മറി എടുക്കണം. എല്ലാ എക്സ്പെൻസുകളും ഒരു സമ്മറി, ഫിക്സഡ് അസറ്റുകൾ ഒരു സമ്മറി, കറണ്ട് അസറ്റുകൾ അടുത്ത സമ്മറി, എക്സ്പെൻസുകൾ ഒരു സമ്മറി. സമ്മറൈസ് ചെയ്യുന്നു ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, ഒരു പ്രത്യേക രീതിയിൽ. ഫസ്റ്റ് പോയിന്റ് പറയുന്ന നോക്കി, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷനുകളെയും റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറിയും എടുത്തു കഴിഞ്ഞു. All the transactions and events are at least of financial character. എല്ലാ ട്രാൻസാക്ഷനുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പണവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത മൂന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അവസാനം നമ്മൾ എന്താ ചെയ്യുക? റിസൾട്ട് നോക്കും. എങ്ങനെയുണ്ട് ബിസിനസ്? പ്ലസ് 10th തന്നെ സ്കൂളിൽ എങ്ങനെയാ റിസൾട്ട്, എല്ലാവരും പാസ്സായില്ലേ എന്ന് നോക്കുന്നത് പോലെയാണ് ഇവിടെയും നമ്മൾ റിസൾട്ട് നോക്കും. അപ്പൊ ഈ 3 ഇമ്പോർട്ടന്റ് പോയിന്റുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് വരാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, നമ്മുടെ നാട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, അതുപോലെ ഇന്റർനാഷണൽ ലെവൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഉണ്ട്, CPA എന്നറിയപ്പെടും. അവരെ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡെഫിനേഷനാണ് ഇത്. ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തതാണ്, വേൾഡ് വൈഡിൽ അക്സെപ്റ്റ് ചെയ്ത ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് പറയുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. All the transactions and events are at least financial character. And finally, what we are doing, interpretation of the result thereof. അപ്പോൾ 3 പോയിന്റുകൾ നോക്കി. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടാണ്. ട്രാൻസാക്ഷനുകളെ കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, സമ്മറി എടുക്കുന്നു. എല്ലാ ട്രാൻസാക്ഷനുകളും പണവുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളായിരിക്കും. ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഇതിന്റെ റിസൾട്ട് ഒന്ന് വാല്യൂ ചെയ്ത് നോക്കുന്നു. ഇതാണ് അക്കൗണ്ടിംഗ് എന്ന് ഇന്റർനാഷണൽ ലെവലിൽ പറയുന്നു. നമുക്ക് ബോർഡിലേക്ക് വന്ന് ആ ഡെഫിനിഷൻ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് പറയുന്ന ഡെഫിനിഷൻ, അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് in a significant manner, summarizing the transactions in a significant manner and in terms of money. ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. ഇനി നിങ്ങൾ എന്താ ചെയ്യുക? റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു. ഇതാണ് ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇതാണ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ ഡെഫിനിഷനും അതുപോലെ ഒരു ഇൻട്രഡക്ഷനുമായിട്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് നോക്കുക, ഗോ ത്രൂ ചെയ്ത് നോക്കുക. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ താങ്ക് യു.